അസ്സലാമു അലൈക്കും. മനുഷ്യകുലത്തിന് പ്രകൃതിയുടെ ഏറ്റവും മികച്ച സമ്മാനങ്ങളിൽ ഒന്നാണ് ചെറുധാന്യം. സമീകൃതാഹാരത്തിലും സമ്പൂർണ്ണ പോഷകം എന്നതാണ് ഈ ചെറുധാന്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈ ചെറുധാന്യങ്ങളിൽ ഒന്നായ ചാമയരി കൊണ്ടുണ്ടാക്കുന്ന മസാല ദോശയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു. 1 കപ്പ് ചാമയരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കായിട്ട് 1/4 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, ഇത് മൂന്നും ഒരു ബൗളിലേക്കായിട്ട് ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഒരു തവണ കഴുകിയത് കൊണ്ട് മാത്രം വൃത്തിയാവില്ല കേട്ടോ. 3-4 തവണ കഴുകുമ്പോഴാണ് ഇതിന്റെ വെള്ളം വന്ന് തെളിഞ്ഞു വരുന്നത്. വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ വൃത്തിക്ക് കഴുകിയെടുക്കും. 6 മണിക്കൂർ സൂക്ഷിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇതിലേക്കായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അത് അവിലാണ്. പക്ഷേ ഞാനിവിടെ അവിലിന് പകരം ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. അവിലാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പൊ ഈ കുതിർത്ത സമയത്ത് തന്നെ അവിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. 6 മണിക്കൂറിന് ശേഷം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു തവണ കൂടി ഒന്ന് കഴുകി വെള്ളം മുറ്റി മാറ്റുക. അതിനുശേഷമാണ് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അരയാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു തവി ചോറും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. അരച്ചെടുത്ത ഈ മാവിനെ നമുക്കിനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 8 മണിക്കൂർ ചുരുങ്ങിയത് വെക്കണം കേട്ടോ. ഞാനിത് രാത്രിയാണ് അടച്ചു വെക്കുന്നത്. ഈ നേരം വെളുത്ത സമയത്തും കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു തവി കൊണ്ട് പതിയൊന്ന് ഇളക്കി നോക്കിയാൽ മനസ്സിലാകും ഈ മാവ് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത്. ഇനി ഇതിലേക്കായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ പഞ്ചസാര ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ദോശ ചുട്ട് കഴിയുമ്പോൾ ദോശയുടെ പുറംഭാഗം ക്രിസ്പി ആയിരിക്കാനും നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇതിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പതിയെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെയാവണം മാവിന്റെ സ്ട്രക്ചർ. ഇനി ഈ പാത്രം ഒന്ന് മൂടി വെക്കാം. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അതൊക്കെ ഒന്ന് അലിഞ്ഞു വരികയും വേണ്ടേ. ആ സമയം കൊണ്ട് ഇതിലേക്കായിട്ടുള്ള കറി തയ്യാറാക്കാം. കറിയല്ല കേട്ടോ, മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് 4 ഉരുളൻകിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. സവാളയുടെ നിറം വല്ലാതെ മാറിപ്പോരുത്. സവാള നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്കായിട്ട് 1 കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 3-4 പച്ചമുളക് എരിവിനാവശ്യമായത് ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇനി ഇതിലേക്കായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ല സോഫ്റ്റ് ആയി വരണം കേട്ടോ. തീ കൂട്ടി വെക്കരുത് കേട്ടോ. മീഡിയത്തിനും ലോക്കും ഇടയിലായിരിക്കണം. ശേഷം ഇതിലേക്കായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി പുഴുങ്ങി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി നന്നായനെ. ഇങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉടച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൽ വെള്ളമയം ഒട്ടും തന്നെ ഇല്ല കേട്ടോ. ഇത് നന്നായി ഉടച്ച് സവാളയുമായിട്ട് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം, വെള്ളം കൂടി പോകരുത്. മസാല എങ്ങനെയാണോ ഇരിക്കുക അതുപോലെ ഇരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നല്ല ചൂടായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത് കേട്ടോ.
അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് അല്പം മല്ലിയില കൂടി വിതറി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചാമ മസാല ദോശയിലേക്കുള്ള മസാല തയ്യാറായി. ഇനി ദോശ ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ദോശമാവ് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് എങ്കിൽ, അതായത് കല്ലിൽ ദോശ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി കല്ല് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. ദോശക്കല്ല് നല്ലപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് ദോശക്കല്ലിലേക്ക് അല്പം വെള്ളം തെറിപ്പിച്ചു കൊടുക്കുക. ആ വെള്ളത്തിനെ ഒരു കോട്ടൺ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ച് മാറ്റുക. ശേഷം ഇതിലേക്കായിട്ട് ഒരു തവി ദോശമാവ് കോരി ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക. ദോശമാവ് ഒഴിച്ചതിന് ശേഷം ഇതിന്റെ മുകളിലെ വെള്ളമയം ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെള്ളമയം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒന്ന് എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുക. ഒരു സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ സമയമാകുമ്പോഴേക്കും ദോശയുടെ അരികു വശം ഒന്ന് വിട്ട് വന്നിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി ദോശ എടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ചാമ മസാല ദോശ തയ്യാറായി കഴിഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് ആരോഗ്യബോധം കൂടിക്കൂടി വരുന്നു. ഇവിടെയാണ് ചെറുധാന്യങ്ങളുടെ ഗുണവും കഴിവും നമ്മൾ തിരിച്ചറിയുന്നത്. ഉയർന്ന പോഷക ഗുണത്തിനും കുറഞ്ഞ ഗ്ലൈസമിക് സൂചികക്കും പേരുകേട്ട ഈ ചെറുധാന്യം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് പഠനങ്ങളും പറയുന്നു, ഡയറ്റീഷ്യന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയൊക്കെ പോഷക ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമായി കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചാമയരി ദോശ, ചാമയരി മസാല ദോശ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.